നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ കളിക്കുന്ന ഗെയിമുകളിൽ ആകെപ്പാടെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം ആ ഗെയിം എങ്ങനെയെങ്കിലും ജയിക്കുക എന്നത് മാത്രമായിരുന്നു അല്ലേ? യുനോ ലൈക്ക് ബീറ്റിംഗ് ദ ബോസസ്, അൺലോക്കിംഗ് ദ സ്ട്രോങ്ങസ്റ്റ് വെപ്പൺ, ബീയിങ് അൺസ്റ്റോപ്പബിൾ. ആരെ വേദനിപ്പിച്ചാലും നമുക്ക് പ്രശ്നമില്ല, ആരെ കൊന്നാലും അത് നമുക്ക് കാര്യമില്ല. വി ഡിഡ്ന്റ് ഈവൻ കെയർ ഇഫ് ദ വേൾഡ് വാസ് ബ്രോക്കൺ. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പവർഫുൾ ആയാൽ മാത്രം മതിയായിരുന്നല്ലേ. ഒന്നും ചിന്തിക്കാനില്ല, സ്കൂളിൽ നിന്ന് വരിക, ബാഗ് എടുത്തൊരൊറ്റ എറി, ഓടി വന്ന് സിസ്റ്റത്തിൻ്റെ മുമ്പിൽ അമ്മയും അച്ഛനും വരുന്നവരെ അവിടെ തന്നെ. അതിൻ്റെ മുമ്പിൽ നിന്ന് എണീക്കുന്നത് എന്തോർത്തിട്ടാ? നാളെ ഇനി എത്ര നേരം നമുക്ക് വന്നിരുന്ന് ഗെയിം കളിക്കാൻ പറ്റുമായിരിക്കും, അല്ലേ കൊള്ളാം നാളെ ഇച്ചിരി നേരത്തെ തുടങ്ങണം. ഏതെങ്കിലും മിഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നാളെ ക്ലാസ്സിൽ ചെന്ന് മറ്റവൻ്റെ അടുത്ത് ചോദിക്കണം ഈ മിഷൻ എങ്ങനെ കളിച്ച് തീർക്കണമെന്ന് മാത്രം. പക്ഷേ എവിടെയൊക്കെയോ വെച്ച് ഈ സ്കൂൾ ഫീസിൻ്റെയും EMIയുടെയും ഭാരിച്ച പ്രതീക്ഷകളുടെയും ഉത്തരവാദിത്വത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ ആ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നിനെക്കുറിച്ചും ചിന്ത പോലും ഇല്ലാതിരുന്ന ആ പയ്യൻ എവിടെയോ നമുക്ക് മിസ്സായിപ്പോയി അല്ലേ. ആൻഡ് ഈ മിസ്സാവൽ എപ്പോൾ സംഭവിക്കുമെന്ന് നമ്മളോട് ആരും പറയൂല. ഓൺ എ ഫൈൻ ഡേ നമ്മൾ മനസ്സിലാക്കും നമുക്കിനി പഴയ രീതിയിൽ നമ്മൾ കളിച്ച ആ ഗെയിമുകൾ നമ്മളെ കൊണ്ട് ഇനി കളിക്കാൻ പറ്റൂലെന്ന്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സിസ്റ്റത്തിൽ ഇപ്പോഴും ചിലപ്പോൾ കാണും വൈസ് സിറ്റിയോ സാൻ ആൻഡ്രിയാസോ ഏതെങ്കിലും ഒരു ഗെയിം. നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമ്മുടെ വരവ് നോക്കി ഇപ്പോഴും കാണും ക്ലാഷ് ഓഫ് ക്ലാൻസ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ആ ഗെയിം കളിക്കാനും തോന്നില്ല, എന്നാൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള മനസ്സും വരില്ല. കാരണം അതിപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ വി മിസ് ദ ടൈം വെൻ വി ഫസ്റ്റ് പ്ലേഡ് ഇറ്റ് ടുഗെദർ. എനിക്ക് 2 ചേട്ടന്മാരാണ്. ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചായിരുന്നു വൈസ് സിറ്റി കളിക്കാറ്. ഒരാൾ വഴി പറഞ്ഞു കൊടുക്കുന്നു, ഒരാൾ ചീറ്റടിക്കുന്നു, ഒരാൾ വണ്ടി ഓടിക്കുന്നു. ഇപ്പോൾ ഞാൻ വൈസ് സിറ്റി ഇടുമ്പോൾ ഞാൻ എൻ്റെ അപ്പുറം ഇപ്പുറവും ചുമ്മാ ഒന്ന് നോക്കും. സിബ്ലിങ്സ് മൂവ് ഔട്ട്, ടൈംസ് ചേഞ്ച്, ചുറ്റുപാടുകൾ ചേഞ്ച്. ഗ്രോയിങ് അപ്പ് ഇസ് ഇൻ ലൗഡ്, ഇറ്റ് ഡസൻറ്റ് കം വിത്ത് എ കട്ട് സീൻ. അത് ഭയങ്കര സൈലൻ്റായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റാലും നമുക്ക് ക്ഷീണം കാണും. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ക്യാരിയിങ് റെസ്പോൺസിബിലിറ്റീസ് യു നെവർ ആസ്ക്ഡ് ഫോർ ബട്ട് സ്റ്റിൽ ഷോയിങ് അപ്പ്. നമ്മൾ കണ്ടുമറന്ന സ്വപ്നങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒന്നല്ല, അത് മങ്ങിപ്പോകുന്നു എന്ന തിരിച്ചറിവാണ്. ആൻഡ് അപ്പോൾ പക്ഷെ വേറൊരു കാര്യം സംഭവിക്കും. നമ്മൾ ഈ തീപ്പൊരി വെടിക്കെട്ട് ഹീറോസുമായിട്ട് നമ്മളെ തന്നെ കണക്ട് ചെയ്യുന്നത് പതിയെ നമ്മളങ്ങ് നിർത്തും. ബിക്കോസ് ദേ സ്റ്റിൽ ബിലീവ് ദ വേൾഡ് ക്യാൻ ബി സേവ്ഡ്. പക്ഷെ നമ്മൾ അതിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരായി മാറും. അവിടെയാണ് മാക്സ് പെയിനും ആർത്തർ മോർഗനും ജോയൽ മില്ലറും ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നത്. ഇവരെല്ലാവരും ഇസ് ലൈക്ക് ദേ ഹിറ്റ് ഡിഫറെൻറ്റ് ആസ് വി ഗ്രൂ ഓൾഡർ. ഇവരൊക്കെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ കളിച്ച് വന്ന ഗെയിമിംഗ് ഹീറോസിനെ പോലെ ഫാസ്റ്റ് അല്ല, ഫ്ലാഷി അല്ല, അധികം സംസാരിക്കാറില്ല. ദേ ഓൾ ആർ ജസ്റ്റ് ടയേർഡ്, നമ്മളെപ്പോലെ. മാക്സ് എപ്പോഴും ആംഗ്രി ആയിട്ടുള്ള ഒരാളല്ല, ഹീ ഈസ് എംപ്റ്റി ഇൻസൈഡ്. ആർത്തർ മോർഗൻ ഇസ് ഈവിൾ, ഹീ ഈസ് ജസ്റ്റ് ടു ലേറ്റ്. ആൻഡ് ജോയൽ ഇസ് ഹാർട്ട്ലെസ്, ഹീ ഈസ് അഫ്രൈഡ് ഓഫ് ലൂസിങ് അഗെയിൻ. ഇവരാരും ഗ്ലോറി ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല, അവരൊരു വലിയ ഭാരം പോലെ റിഗ്രറ്റ് കൊണ്ടു നടക്കുന്നവരാണ്. ആൻഡ് സഡൻലി വി സീ ആർസെൽസ് ഇൻ ദം. അഡൾട്ട്ഹുഡിലേക്ക് കയറിയപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ആവുക, അല്ലേ, ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നൊരു ലക്ഷറി നമുക്ക് നഷ്ടമായി. അതൊരു ലക്ഷറി ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. വി സ്റ്റിൽ ഗോ ടു വർക്ക്, വി സ്റ്റിൽ സ്മൈൽ, വി സ്റ്റിൽ മാനേജ്. പക്ഷേ ഉള്ളിൽ നമ്മൾ മാക്സ് പെയിനാണ്, നമ്പായിട്ടുള്ള, ഓരോ ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് അതിജീവിച്ച് പോകുന്ന ഒരാൾ. ഉള്ളിൽ നമ്മൾ ആർത്തർ മോർഗനുമാണ്. എനിക്കൊരവസരം കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു. നമ്മൾ ജോയലുമാണ്. ജീവിതത്തിൽ അർത്ഥം നൽകുന്ന ഒരു കാര്യം നമ്മൾ മുറുകെ പിടിക്കുന്നു. അതിനിപ്പോൾ വില്ലനാവുക എന്നതാണെങ്കിൽ അതും. എന്ന് കരുതി ഇവരുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ന്യായീകരിക്കുന്നില്ല, പക്ഷേ നമ്മൾ അവരെ മനസ്സിലാക്കുന്നു. കാരണം ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ശക്തരാക്കുന്നില്ല, അത് നമ്മെ നിശബ്ദരാക്കുന്നു.
നമ്മൾ കുഞ്ഞിലെ ചോദിക്കാറുണ്ടായിരുന്നത് ഹൗ കൂൾ ഇസ് ദിസ് ക്യാരക്ടർ എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചോദിക്കാറ് എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ എന്നാണ്. ടു സിറ്റ് വിത്ത് ഇമോഷൻസ് ദാറ്റ് വി ഡോണ്ട് ടോക്ക് അബൌട്ട്. എല്ലാവരും ഉറങ്ങുമ്പോൾ സൈലൻ്റായിട്ട് 2 മണിക്കൊക്കെ കരയുമ്പോൾ ദർ ഗെയിമിംഗ് ബിക്കംസ് തെറാപ്പി. നോട്ട് ദി ലൗഡ് കൈൻഡ് ബട്ട് ദി ലോൺലി കൈൻഡ്, ദ കൈൻഡ് വെയർ നോ വൺ ജഡ്ജസ് യു. ഈ ഇടയ്ക്ക് പഞ്ച് എന്ന് പറഞ്ഞ ഒരു കുട്ടി കുരങ്ങനെ അവൻ്റെ കൂട്ടിലെ തന്നെ ബാക്കിയുള്ള കുരങ്ങന്മാരെല്ലാം ചേർന്ന് പുള്ളി ചെയ്യുന്നതും ഇവർ അവനെ ഉപദ്രവിക്കുമ്പോൾ ഒക്കെ ഇവൻ ഓടിച്ചെന്ന് ഇവൻ്റെ ഒരു പാവയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു എനിക്ക്. ഹി വാസൻറ്റ് അറ്റാച്ച്ഡ് ടു എ ടോയ്, ഹി വാസ് അറ്റാച്ച്ഡ് ടു കംഫർട്ട് എന്ന്. അതൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. വി ആർ നോട്ട് അറ്റാച്ച്ഡ് ടു എ ടോയ് ഓർ എ ഗെയിം ഓർ എ മൂവി, വി ആർ അറ്റാച്ച്ഡ് ടു കംഫർട്ട്. ഞാൻ ഈ പറഞ്ഞു പോയ ഈ കഥാപാത്രങ്ങൾ ഇവരാരും ദേ ഡിൻറ്റ് ഗിവ് us hope, they gave us acceptance that it's okay to be tired, it's okay to have regrets. നമ്മളൊക്കെ സങ്കല്പിച്ച് വെച്ചേക്കുന്ന പോലെ ഒരു നായകൻ ആകാതെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന്. മാറ്റങ്ങൾ അത് കുറച്ച് വൈകി വന്നാലും എല്ലാ കാലവും അത് പ്രധാനമാണെന്ന് ആർത്തർ നമ്മളെ പഠിപ്പിച്ചു. അതേസമയം ജോയൽ ഷോസ് us that love isn't always right but it's humane. മാക്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ അതിജീവനം തന്നെയാണ് ഒരു വലിയ വിജയം എന്നാണ്. മേ ബി ആഫ്റ്റർ ഓൾ നമുക്ക് നമ്മുടെ ഇന്നർ കിഡിനെ നഷ്ടമായിട്ടുണ്ടാവില്ല. മേ ബി, ജസ്റ്റ് മേ ബി, വി ജസ്റ്റ് ഗ്രൂ ഇൻ ടു ദീസ് മെൻ, the men who carry pain quietly, the men who love deeply, the men who keep going even when they don't know why. ഇതൊന്നും ഒരു പവർ ഫാൻറ്റസി അല്ല, ഇതെല്ലാം ഒരുതരം മിറർ ഇമേജസ് ആണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ വളരും തോറും ഇവരെല്ലാം കഥാപാത്രങ്ങളായി കാണുന്നത് മാറി നമ്മളെപ്പോലെ തന്നെ നമുക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇവരും ഞാനും നമ്മളും എല്ലാം ഇവിടെ തന്നെ കാണും. കാരണം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ലല്ലോ. വി ആർ ഗെയിമേഴ്സ്, വി ഡോണ്ട് ഡൈ, വി ഓൾവേസ് ജസ്റ്റ് റീസ്പോൺ. ബൈ.